യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യ വിദ്യാർത്ഥിനി, കേരളത്തിലെ ആദ്യ വനിതാ ഡോക്ടർ, ലോകത്തിലെ ആദ്യ വനിതാ സർജൻ ജനറൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഗൈനക്കോളജിസ്റ്റ്, ബ്രിട്ടനിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിത, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗം, കേരളത്തിലെ ആദ്യ വനിതാ സർജൻ മറ്റാരുമല്ലായിരുന്നു സാക്ഷാൽ ഡോക്ടർ മേരി പുന്നൻ ലൂക്കാസ്. കേരളം ഇന്ന് ആരോഗ്യമേഖലയിൽ എത്രത്തോളം മുന്നേറ്റം നടത്തിയെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ ചെറുതല്ലാത്തൊരു പങ്ക് ഡോക്ടർ മേരിക്കുണ്ട്. 1886 ജൂലൈ 30 ഡോക്ടർ മേരിയുടെ ജനനം. പിതാവ് ഡോക്ടർ ടി പുന്നൻ തിരുവിതാംകൂറിലെ ആദ്യ മെഡിക്കൽ ബിരുദധാരിയും റോയൽ ഫിസീഷ്യനുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ മേരിക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. ശാസ്ത്രവിഷയം പഠിക്കാനായിരുന്നു മേരിക്ക് താല്പര്യം. അങ്ങനെ അവർ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയെങ്കിലും അവർക്കത് സാധിച്ചില്ല. കാരണം അക്കാലത്ത് സ്ത്രീകൾക്ക് ശാസ്ത്ര വിഷയം പഠിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ BA ഹിസ്റ്ററിക്ക് ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യ വിദ്യാർത്ഥിനിയായി മേരി മാറുകയാണ് ഉണ്ടായത്. അക്കാലത്ത് മേരിയുടെ സഹപാഠിയായി പഠിച്ചിരുന്നത് പട്ടം താണുപുള്ള TN വർഗീസ് പോലുള്ള പ്രമുഖരായിരുന്നു. തൻ്റെ പിതാവിനെ പോലെ ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നു മേരിയുടെ സ്വപ്നം. അങ്ങനെ മദ്രാസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് ശ്രമിച്ചെങ്കിലും അവർക്ക് ലഭിച്ചില്ല. ശേഷം അവർ അവരുടെ സ്വപ്നവുമായി ലണ്ടനിൽ കപ്പലിറങ്ങി. അങ്ങനെ മേരിയുടെ പഠനത്തിനു വേണ്ടി സാമ്പത്തികമായി തിരുവിതാംകൂറിലെ മഹാരാജാവ് കൂടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയായി മേരി മാറി. ശേഷം 1-ാം ലോക മഹായുദ്ധകാലത്ത് അവർ സൈനികാശുപത്രികളിൽ സേവനമനുഷ്ഠിച്ചു. അങ്ങനെ 1916 നാട്ടിൽ തിരിച്ചെത്തിയ മേരി തിരുവിതാംകൂറിൽ അവരുടെ സേവനം ആരംഭിച്ചു. ശേഷം തിരുവിതാംകൂറിലെ ഗർഭിണികളായ സ്ത്രീകളുടെ വീടാന്തരം കയറിയിറങ്ങി പ്രസവകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രികളിൽ ചെക്കപ്പിന് വരാനും അവസാനം ഡെലിവറി സമയമാകുമ്പോൾ ആശുപത്രിയിൽ വന്ന് ഡെലിവറി ചെയ്യാനും അവരെ ബോധവൽക്കരിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് എക്സ്റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടും നാഗർകോവിലിൽ TB ഇൻസ്റ്റിറ്റ്യൂട്ടും ഡോക്ടർ മേരി സ്ഥാപിച്ചു. ഇതെല്ലാം കൊണ്ട് തന്നെ മലയാളികൾ അത്ര പെട്ടെന്ന് വിസ്മരിക്കപ്പെടേണ്ട ഒരു പേരല്ല ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിൻ്റേത്.